ട്രിവാൻഡ്രത്ത് നിന്നാണ് വരുന്നത്. ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. നല്ല അടിപൊളി വോയിസ് ആണ്. അപ്പൊ എന്തായാലും നമ്മള് ഇന്ന് സ്പോട്ട് അപ്പ് തന്നെയല്ലേ ഇന്ന് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ മാസ്റ്റേഴ്സ് ഒക്കെ കേൾക്കാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. எவனுக்காவது பொண்டாட்டி குழந்தை குட்டி சென்டிமெண்ட் கிண்டிமெண்ட் இருந்தா அப்படியே ஓடி போயிட. கொலை காலில் இருக்க மௌனை கொல்லாத விட மாட்டேன். பார்க்கத்தானே போறேன் இந்த காளியோட ஆட்டத்தை. பத்தல பத்தல குட்டியும் பத்தல புட்டியும் பத்தல மத்தல ஆறாடே சுத்த மத்தல ஆறாடே ஆடுறா. சொல்லிட்டீங்களா മലയാളിയല്ലേ? എന്തോന്ന് ഭാഷ തള്ളക്ക് വിളിക്കും പൊല്ലിക്കിന്. ഇയാളെ ശരിക്കും അറിഞ്ഞൂടാത്തോണ്ടാണ് ആ വെട്ടുപിടി. അത് ഞാനാണ് അവനും ശരിക്കും അറിഞ്ഞൂടാത്തോണ്ടാണ്. നീ കൈയെടു. കൈ എടുത്തിട്ടില്ലെങ്കിലും നീ അവന്റെ പങ്ക് പൊട്ടിക്കോ. ഗണേശ ബാലിച്ച് കയറ്റാവാനെ. ഷംസു നീ അമ്മയുടെ പോ. പറ്റിയ പിന്നെ കാസർഗോട്ടാണോ അടി കൊണ്ടപ്പോ തിരിഞ്ഞിനി. കുഞ്ഞാപ്പനത് പോരെ കാണിക്കരുത്, ബലം പിടിക്കരുത്. കേട്ടനുവിനേക്കാൾ വലുതാണ് ഗുരുകനെന്ന സത്യം. ആറ് തലയിൽ ബുദ്ധിയും അതിനത്തെ ശക്തിയുമുള്ള ആറുമുഖനാണവൻ. നരഭോജികളായ വരയൻ പുലികൾ കന്തകനാകാൻ അവതാരമെടുത്തവൻ. മുരുകൻ നടഞ്ഞ നരസിംഹ നരസിംഹം. മനോജേട്ടാ ഗംഭീരമായിട്ട് പെർഫോം ചെയ്തു. എനിക്ക് എന്തായാലും വളരെയധികം ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ടായിരുന്നു. നമുക്ക് മാസ്റ്റേഴ്സിനോട് ചോദിച്ചു നോക്കാം അല്ലേ? ചോദിക്കാം. ഓക്കെ ഇക്ക. മനോജ്, ഒരു നാടകത്തിൽ സ്ഥിരമായിട്ട് കളിക്കുന്ന ഒരു ആർട്ടിസ്റ്റിന്റെ ചേഷ്ടകൾ ഉണ്ട്. അല്ല, സംസാരത്തിലും എല്ലാത്തിലും ബോഡി ലാംഗ്വേജിലൊക്കെ ഒരു പ്രൊഫഷണൽ ഡ്രാമ ആർട്ടിസ്റ്റ്. അത് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. രജനി സാറിന്റെ ശബ്ദം, പിന്നെ വേറെ ഏതായാലും കമലഹാസൻ സാറിന്റെ അത് പാട്ടാണ്. പത്തല പത്തല അത് പാട്ടുപാടി എല്ലാം ടച്ച് ചെയ്തിട്ട് പോകണ്ടായിരുന്നു. നന്നായിരുന്നു. ടോട്ടലി നല്ല ഒരു സ്റ്റേജിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തട്ടി കയറിയാൽ കൈയടി മേടിച്ചു കൊണ്ടുപോരുന്ന ഒരു ആർട്ടിസ്റ്റ് ആയിരിക്കും. മനോജ് തരങ്കണി, ഞാൻ ആദ്യം പറയേണ്ട ഒരു കാര്യം, മനോജ് ഭായി അവിടെ നിന്ന് നടന്നു വന്നില്ലേ? നടന്നു വന്നപ്പോഴത്തെ ആ വരവുണ്ടല്ലോ, ഈ ചിലപ്പോ ചില സിനിമയിലൊക്കെ ജയൻ സാറൊക്കെ നടന്നു വരുമ്പോ അദ്ദേഹത്തിന്റെ ഒരു നടപ്പിനൊരു അഴകുണ്ട്. സുരേഷ് ഏട്ടൻ വരുമ്പോഴുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഈ പാമ്പാടി രാജനൊക്കെ നടന്നു വരുന്ന പോലത്തെ ഒരു നടപ്പാണ് ആ ഗെറ്റപ്പ്. അത് കഴിഞ്ഞ് വന്ന് നിന്നപ്പോൾ ഞങ്ങള് പ്രതീക്ഷിച്ചു നല്ല ഗംഭീരമായിട്ട് ചെയ്യും എന്ന്. തെറ്റിയില്ല, നല്ല ഗംഭീരമായിട്ട് ചെയ്തു. ഈ പറഞ്ഞ തന്നെയാണ്. കാരണം ഒരു താരത്തെ ഡബ് ചെയ്യാൻ നമുക്ക് എളുപ്പമാണ്, പക്ഷേ ഒരേ സീക്വൻസ് രണ്ടുപേരെ ഡബ് ചെയ്യും, പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തിട്ട് വേറൊരു സീനിന്റെ ജമ്പ് ചെയ്തിട്ടാണ് അടുത്തത് വന്നിരിക്കുന്നത്. ആ ഒരു ടൈമിംഗ് എന്ന് പറയുന്നത് മനോജ് വളരെ രസമായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ട്, എന്ന് വെച്ചാൽ ആത്മാർത്ഥമായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടാണ് വന്നത്. നല്ല രസമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ബൈജു ചേട്ടനെ ഇമിറ്റേറ്റ് ചെയ്തില്ലേ, ആ ഇടിയുടെ സീക്വൻസ് അതൊക്കെ പറയാത്തോണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ബൈജുന്റെ അത് രസമായിട്ട് തന്നെ, നല്ല രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് വരട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ഞാൻ ഇനി എന്നാ പറയാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ട്, ഈ ഡ്രാമയിലെ നായകനില്ലേ, അല്ലെ പ്രൊഫഷണൽ ട്രൂപ്പിലൊരു നായകൻ, ഈ ഗാനമേളയില് മലയാളം പാടുന്ന പാട്ടുകാരൻ കഫൊക്കെ ചെയ്ത് പാവമായിരിക്കും. അപ്പൊ ഇങ്ങനെ ഇതൊക്കെ പിടിച്ചപ്പോൾ തമിഴൊക്കെ പാടുമ്പോ ഇതൊക്കെ ഇതിപ്പോ ഡ്രാമയിലെ ചുള്ളൻ ഒരു പാവമായിരിക്കും ആ നടൻ ഇല്ലേ? നമ്മളേതെങ്കിലും പണ്ട് പരിപാടിക്ക് പോകുമ്പോ ഏതെങ്കിലും ഹോട്ടലിലൊക്കെ കയറുമ്പോ വലിയ ഹോട്ടലിൽ കയറുമ്പോ അവിടെയും ഒരു നിഷ്കളങ്കമുള്ളൊരു പടമൊക്കെ വെച്ചിട്ടുള്ള അത് പിന്നെ എന്നോടത്തൊരു ഡ്രാമയിൽ പോകേണ്ടത് ഇഷ്ടം മോൻ്റെ കേട്ടോ. ഡ്രാമയൊന്നും അല്ലല്ലോ, ജോലിയല്ലേ, ജോലിയാണ്. നല്ല രസം ഉണ്ടായിരുന്നു.